ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാങ്കന യൗവനഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം ഭജാമഹേ യാദവവംശരത്നം. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജയ ജയ മാധവ രുക്മിണി വല്ലഭ മാമുനി ചിത്ത നിവാസ ഹരേ. ജയ ജയ ഗോഗണപാലക ചിന്മയ ഭക്തപരായണ കൃഷ്ണ ഹരേ. ജയ ജയ ദേവകി നന്ദന ശ്രീധര മോഹ വിനാശക നാഥ ഹരേ. ജയ ജയ ഹേ ഗുരുവായൂരേശ്വര നന്ദകുമാരക പാലയ മാം. ഞങ്ങളെ പാലിക്കണേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവിടുത്തെ തൃപ്പാദവസ്ത്രത്തിലെ പൂജകളായി സ്വീകരിക്കണേ. ഞങ്ങൾ ചൊല്ലുന്നതെല്ലാം അവിടുത്തെ തിരുനാമങ്ങളായി മാറ്റണേ. ഞങ്ങൾ കാണുന്നതൊക്കെ ആ സുന്ദരമായ രൂപമായിരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെന്താ ചെയ്യണേ ഇപ്പൊ നമുക്കറിയണ്ടേ. ആ ജരാസന്ധ പറയുന്ന കേട്ടോ, എന്നെ പേടിച്ച് ഒളിച്ചോടിയ കാലിച്ചേർക്കന്മാരുടെ വമ്പ് ഞാൻ ഇന്ന് എടുക്കും. ഇന്ന് ഒട്ടുക്കും ഞാൻ അവരെ വമ്പ് എന്നാ പറയുന്നത്. ഇങ്ങനെ അലറി പറഞ്ഞുകൊണ്ട് ജരാസന്ധൻ ഇരുമ്പ് ഗതയുമായി മന്നിടത്തിൽ മപ്പടിച്ചു നിന്നു. കരവലപുരത്തെ രാജാവ് അടുത്ത് നിന്ന കരിവേട്ടിയിൽ, അത് ഇന്നലെ പറഞ്ഞതാണ്, കരിവേട്ടിയിൽ അടിച്ചു. ആ കരിവേട്ടി പൊടി പൊടിയായി എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും പേടിയായി, വനചരന്മാർക്കൊക്കെ പേടിയായി എന്ന് പറയുന്നു. കാട്ടിന് പിന്നെ മനുഷ്യരുണ്ടല്ലോ കുറെ. അപ്പോ ജരാസന്ധന്റെ അത്ഭുത പരാക്രമം കണ്ടിട്ട് തെല്ലും ബലരാമസ്വാമിക്ക് കൂസലുണ്ടായില്ല. അങ്ങനെ മുമ്പോട്ടെടുത്തു. ജരാസന്ധനും ഗതയുമായി തയ്യാറായി നിന്നു. ഈറ്റപ്പുലികൾ എങ്ങനെയാണ്, രണ്ട് ഈറ്റപ്പുലികൾ അങ്ങനെ അവർ കണ്ണിൽ നോക്കി അടുത്തു. മറ്റുള്ളവരുടെ പോര് താനേ നിന്നു. എല്ലാവരും ഇവരെ കളി നോക്കി കൊണ്ടുക്കല. ഇപ്പം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്ന് വിചാരയില്ല, ഇവരെ നോക്കി കൊണ്ടുക്കുന്നു. എല്ലാവരും കാഴ്ചക്കാരെ. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഗരുഡ വേഗത്തിൽ ബലരാമൻ ഉയർന്നു, ഭീഷണ വേഗത്തിൽ പറന്നു. തീഷ്ണമായ ഗത കൊണ്ട് ജരാസന്ധൻ കൊടുത്തു കൊന്നു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായതാൽ ചക്രവർത്തിക്ക് ഗതാഘാതം തടയുവാനായില്ല. എന്ത് ചക്രവർത്തതാണിവൻ! അംശത്തിൽ അടിയേറ്റ ജരാസന്ധൻ തെറിച്ചു വീണു. കരത്തിലിരുന്ന ഗത പിടിവിട്ട് ഉരുണ്ടുരുണ്ട് പാറയിൽ തട്ടി കരണം പറഞ്ഞ് താഴേക്ക് പോയി. അസലായില്ലേ? ക്രുദ്ധനായ ബലരാമൻ ജരാസന്ധന്റെ ശിരസിൽ പ്രയോഗിക്കുവാൻ ഗത ഉയർത്തി. അപ്പോഴത്തേക്ക് ഉണ്ണി പറഞ്ഞു, ജ്യേഷ്ഠാരുത്, അരുത്, അവന്റെ സമയമായിട്ടില്ല, കൊല്ലരുത്. അപ്പൊ വിളിച്ചു പറയുമ്പോ, ഓ ഈശ്വര, നല്ലൊരു ചാൻസ് കിട്ടിയത് ഇവൻ കളഞ്ഞുവല്ലോ എന്നുള്ള വിചാരത്തില് ആയുധം പിൻവലിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, എടോ രുക്മി, നിന്റെ ചക്രവർത്തി കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ കേട്ടോ. ഇനിയും നിന്നാൽ വനചരന്മാർ ഉപദ്രവിക്കും. രാജകുലത്തിന് നാണക്കേടാണത്. അതുകൊണ്ട് എത്രയും വേഗം സ്ഥലം വിട്ടോളൂ എന്ന് പറഞ്ഞു. ആയുധം പോയി. അപമാനം കയറി നിരാശനായി നിലത്ത് കിടന്ന ജരാസന്ധന് അനന്തരകരണീയ ഒന്നും ഓർമ്മ വന്നില്ല. ഇനി എന്ത് വേണ്ടു എന്നില്ല, ഒന്നും തോന്നിയില്ല. ഇപ്പൊ ഈ സമയത്ത് രുക്മി അകലയിൽ നിന്നും തേര് കൊണ്ടുവന്ന് ചക്രവർത്തിയെ എഴുന്നേൽപ്പിച്ച് തേരിൽ കയറ്റി ഇരുത്തി. അപ്പൊ ഇവന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. തലക്കല്ലടി കൊണ്ട് അവനവിടെ ബുദ്ധി നേരെയാവില്ലേ. എങ്കിലും അയാൾ ചുറ്റും നോക്കി. മന്ദബുദ്ധിയുടെ കണ്ണുകളും മുഖവുമായിരുന്നു ജരാസന്ധന്. അസലായി. രുക്മിക്കൊരു കാര്യം ബോധ്യമായി. തങ്ങളുടെ സൈനികർ മിക്കപേരും മരിച്ചിരിക്കുന്നു. കുറച്ചാളുകൾ ഓടിപ്പോയിട്ടുമുണ്ട്. ചുറ്റും വനചരന്മാരാണ്. നേടിയ വാളും കനത്ത വടികളുമായി അവർ ബാക്കിയുള്ളവരെല്ലാം തല്ലി കൊല്ലുന്നു. വെട്ടിക്കൊല്ലിയും തല്ലിക്കൊല്ലിയും ഒക്കെ ചെയ്യുന്നുണ്ട് അവര്. എന്താ ചെയ്യുക? അപ്പൊ നമ്മള് എത്രയും വേഗം രക്ഷപ്പെടാൻ അഭികാമി, അല്ലെങ്കിൽ നമ്മളും ഇവരെ കത്തിക്കും വാളിനും വടിക്കൊക്കെ ഇരകളാവേണ്ടി വരും എന്നുള്ള വിചാരത്തില് വേഗം തേരോടിച്ചു. അങ്ങനെ വനചരന്മാർ
മുക്കി ഒളിച്ചു അവര്. ശ്മശാന നിശബ്ദത രുക്മിയെയും ജരാസന്ധനെയും പൊതിഞ്ഞു. മുന്നോട്ട് പോയ സമയത്ത് തന്റെ സുഹൃത്തുക്കളെ രാജാക്കന്മാർ മൃതി പോക്കി കിടക്കുന്ന ജരാസന്ധൻ കണ്ടു. കഷ്ടം, ഞാനല്ലേ അവരെയൊക്കെ കൊല്ലിച്ചത്, അവരുടെ പത്നിമാരൊക്കെ വിധവകളാക്കിയത്, അവരുടെ മക്കൾക്കൊക്കെ അച്ഛനില്ലാണ്ടാക്കിയതൊക്കെ ഞാനല്ലേ. ഓർത്ത് കഴുത്തിൽ തല തൂക്കിയിട്ടിട്ട് ഇങ്ങനെ എന്തെന്ന് വസന്ത പിടിച്ച കോഴിയുടെ മാതിരി അങ്ങനെ തൂക്കിയിട്ട് തല തൂക്കിയെടുത്ത് ഇരിക്കുന്നു. ശേഷിച്ച മാഗധ സൈനികർ ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന കാഴ്ച രുക്മിയെ വേദനിപ്പിച്ചു. അയാൾ പറഞ്ഞു, താനും രാജാവും അപ്പോൾ അവരെ പോലെ തന്നെയാണല്ലോ നമ്മളും. ആ ചിന്ത രുക്മിയെ നിരാശനാക്കി. അല്പം അകലെ ഒരു പാറപ്പുറത്ത് വില്ലൂന്നി നിൽക്കുന്ന കേശവനെ രുക്മി കണ്ടു. കൃഷ്ണന്റെ മുഖത്ത് കളിയാടുന്ന പുഞ്ചിരിയുടെ അർത്ഥം എന്തായിരിക്കാം? അതോർത്ത് മനസ്സ് തകർന്ന് രുക്മി തേര് വിട്ടു. വാടാ ഇങ്ങോട്ട്, എനിക്ക് 2 തന്നിട്ട് കാര്യം എന്ന് പറയാനില്ല. ആരോഗ്യം രുക്മിക്കില്ല, മാനസികമായിട്ടുമില്ല, ശാരീരികമായിട്ടുമില്ല. തേരിൽ ഒരു സ്തൂപമായിട്ട് ജരാസന്ധനിരുന്നു, ഒരു തൂണ് പോലെ. അവരുടെ പിന്നിൽ ഒരു ഭസ്മക്കുന്നായി ഗോമന്തം ആകാശത്തിലേക്ക് മുടി ഉയർത്തി നിന്നു. നമ്മളെ പഠിച്ചത് കേട്ടത് അവര് പോയി ചത്തിട്ടുണ്ടാവും പറഞ്ഞ് ഇവർ തിരിച്ചുപോയി എന്നല്ലേ? അതല്ല, 2 പേരും ഏട്ടനും അനിയനും ഇവരുടെ മുമ്പിൽ വന്ന് ഇവരോട് യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ എന്താ? ജരാസന്ധനും പടയും ഗോമന്തം വിട്ടൊഴിഞ്ഞുവല്ലോ. മുറിവേറ്റ് വീണ പടയാളികൾക്ക് വേണ്ട ശുശ്രൂഷ വനചര നേതാവിന്റെ നേതൃത്വത്തിൽ നടത്തി. പച്ചിലമരം ഔഷധ ചെടികളൊക്കെ ഇപ്പൊ കരതലാമലകം പോലെയല്ലേ. പച്ചില മരുന്നുകൾ വെച്ച് കെട്ടി യാത്ര ചെയ്യാവുന്നവരെ വനമിറക്കി വിട്ടു. മൃതശരീരങ്ങൾ ഗോമന്തത്തിന് താഴെയുള്ള വിശാലമായ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ജയഭേരി മുഴക്കി വനജന്മാർ തേൻ കുടിച്ചു. കേശവന് ചുറ്റും നൃത്തം നടത്തി. കുട്ടികളും കാട്ടുമംഗമാരും നൃത്തത്തിൽ പങ്കുകൊണ്ടു. എല്ലാവരും കൂടി ഒരു ഗംഭീരമായ ഒരു രാസക്രീഡ. സമുദ്രത്തിൽ നിന്നും വന്ന തണുത്ത കാറ്റ് ഗോമന്തത്തെയും അവിടുത്തെ ശേഷിച്ച ജീവികളെയും ആശ്വസിപ്പിച്ചു. അങ്ങനെ നൃത്തം അവസാനിക്കുകയും ചെയ്തു. പെട്ടെന്നാണ് കുതിരകളുടെ കുളമ്പിൽ നിന്ന് വരുന്ന ശബ്ദം അവിടെ നിറഞ്ഞത്. ആദ്യം വരുന്നുണ്ട്? ആരാ? ശൃഗാലനായിരിക്കും. എല്ലാവരും പൊടുന്നനെ യുദ്ധസന്നദ്ധരായി. കളിയെല്ലാം മതിയാക്കി കാര്യത്തിലേക്ക് കടന്നു. സ്ത്രീകളും കുട്ടികളും അടുത്തുള്ള ഗുഹകളിൽ ഒളിച്ചു. ഏതോ ഒരു ശത്രു അടുത്ത് വരുന്നുണ്ട്. വനചര നേതാവും സൈന്യവും മുന്നോട്ടഞ്ഞു. കേശവൻ കരമേർത്തി വിലക്ക് നിൽക്കട്ടെ, ആരാലും വരട്ടെ കേട്ടോ, ആളറിയാതെ ആക്രമിക്കരുത്. വരുന്നത് ബന്ധുവാണെങ്കിലോ? ചിലപ്പോ ബന്ധുക്കളും ആകാമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് മതി യുദ്ധം എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പോഴേക്കും കുതിരകൾ കേശവന്റെ സന്നിധിയിലെത്തി. കുതിരപ്പുറത്തുനിന്നും ആളുകൾ ഇറങ്ങി. അവർ നിരായുധരായിരുന്നു. കേശവന്റെ അടുത്തേക്ക് ഒരാൾ ഓടിച്ചെന്നു. ഉദ്ധവർ. ആഹാ, ഉണ്ടാ ഇപ്പൊ യുദ്ധത്തിന് പോയില്ലെങ്കിലോ? മധുരയിൽ നിന്ന് വരികയാണ്. കൂടെ വന്നവർ ഉദ്ധവരുടെ അംഗരക്ഷകരും സുഹൃത്തുക്കളുമാണ്. എന്റെ സുഹൃത്തും ബന്ധുവുമായ ഉദ്ധവനാണിത്. ആയുധങ്ങൾ മടക്കി നിങ്ങൾ വിശ്രമിച്ചു കൊള്ളുവിൻ. കൃഷ്ണന്റെ കാട്ടുരാജാവിനോടും അനുജന്മാരോടും പറഞ്ഞു. അവർ ഉദ്ധവനെയും കേശവനെയും വന്ദിച്ച് ഗുഹകളിലേക്ക് നടന്നു. അവര് പോയി. അതാണ് ആദ്യമായിട്ട് കാണുന്നതാണ്. ഭഗവാന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് അവര് വന്ദിച്ചു. അതാണ് ആ കാട്ട് മനുഷ്യന്മാർക്കും കൂടി പിന്നെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ അറിയാം. അതും അറിയാത്തത് നമ്മളെ പോലുള്ളവർക്കല്ലേ, പടുവിഡ്ഢികളായ നമ്മളെ പോലുള്ളവർക്ക്. കൃഷ്ണനും ബലരാമനും മധുര വിട്ട സമയത്ത് ഉദ്ധവർ അവിടെ ഉണ്ടായിരുന്നില്ല. എവിടെയോ യാത്രയിലായിരുന്നു. ഇപ്പോഴിടക്കിടക്ക് തീർത്ഥാടനമുണ്ട് മൂപ്പർക്ക്. അങ്ങനെ പോയതായിരിക്കും. അങ്ങനെ മടങ്ങിയെത്തിയ സമയത്ത് ഉദ്ധവർ വസുദേവരുടെ അടുത്തെത്തി. ചോദിച്ചു, കേശവൻ എങ്ങോട്ടാണ് പോയത് ചോദിച്ചു. കരഞ്ഞു കലങ്ങിയ നയനങ്ങളുമായി വസുദേവർ പറഞ്ഞു, പാവം ഉദ്ധവ, കണ്ണൻ എന്നോടൊന്നും പറഞ്ഞില്ല. അവൻ പോയെന്ന് മാത്രം എനിക്കറിയാം. അപ്പോഴേക്കും കരഞ്ഞുപോയി. അയ്യോ പാപം, അങ്ങ് ആശ്വസിക്കുക. കൃഷ്ണനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, ആവൂല. അവൻ പരമ്പൊരുളല്ലേ, പരമ്പൊരുളാണ്, എല്ലാത്തിന്റെയും നായകനാണ്. അങ്ങനെയുള്ള മാധവനെ നശിപ്പിക്കുവാൻ ആർക്കാണ് കഴിയുക? ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, കണ്ടെത്തിയേ മടങ്ങി വരുള്ളൂ എന്നും പറഞ്ഞിട്ട് വന്ന വരവാണിത്. കേശവനെ പിന്തുടരാനുള്ള വഴി ആലോചിച്ച ഉദ്ധവർ ഒരു ദിവസം മധുരയിൽ തന്നെ വസിച്ചു. ഉപായങ്ങളൊന്നും തോന്നില്ല അദ്ദേഹത്തിന്, പാവം. അപ്പോഴാണ് ഗർഗാചാര്യരെ കണ്ട് വിവരങ്ങൾ ഉണർത്തിക്കാമെന്ന് കരുതിയത്. പിന്നെ താമസിച്ചില്ല, ആചാര്യനെ കണ്ടു. ഗർഗൻ പറഞ്ഞു, ഉദ്ധവരെ, കേശവന്റെ ചിന്ത കാലത്തിനപ്പുറത്താണ്, ഇവിടെ ഒന്നുമല്ല.
കാലവുമായി ബന്ധപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയൂ. പല പ്രാവശ്യം ജരാസന്ധൻ മധുര ആക്രമിച്ചു. വീണ്ടും ഒരാക്രമണത്തിന് അവൻ മുതിർന്നു വന്നു. പക്ഷേ ഒരു യുദ്ധം കൂടി സഹിക്കാൻ മധുരക്കാവുന്നു തോന്നുന്നുണ്ടോ? അതില്ല. അതുകൊണ്ട് കേശവൻ മാറി. ജരാസന്ധൻ കേശവനെ പിന്തുടരുകയാണ്. അവന്റെ പിന്നാലെ കൂടിയാൽ കേശവൻ എവിടെയുണ്ടെന്ന് അറിയുവാൻ കഴിയും. ജരാസന്ധൻ കേശവനെ പിന്തുടർന്ന് വരുന്നുണ്ടെന്ന് അവനിപ്പം അപ്പൊ ചൊടിച്ചു അല്ല തോറ്റിട്ട് പോകുന്നതിന് മുമ്പേ ആയിരിക്കും ചിലപ്പോ ഈ സംഭവം. ഗർഗാചാര്യന്റെ ഉപദേശം സ്വീകരിച്ച് ഉദ്ധവർ മധുര വിട്ടു. ജരാസന്ധന്റെ മനസ്സിലേക്ക് ഉദ്ധവന് മനസ്സിലായി, മധുരയിൽ കംസന്റെ മക്കളെ രാജാവാക്കണം. എന്താണ്? യാദവരുടെ കരത്തിൽ നിന്നും മധുര രാക്ഷസർക്ക് നൽകണം. അതന്നെയാണ്. അതിന് വിഘാതം കേശവനും ബലരാമനുമാണ്. അവരെ വധിച്ച് മരുമകന്റെ ഭരണമാർഗം ശുഭമാക്കണം. അതാണ് ജരാസന്ധന്റെ ഉന്നം. വേറൊന്നും അദ്ദേഹത്തിന് വേണ്ട. ഇവർ രണ്ടുപേരും കൊന്നിട്ടും പേരക്കുട്ടികൾക്ക് മധുര കൊടുക്കണം, അത്രേ വിചാരിക്കുന്നില്ല. ജരാസന്ധ മഹാരാജു കരവീരപുരത്തേക്ക് പോയ സമയത്ത് അതിനടുത്തെവിടെയോ ഗോവിന്ദനുണ്ടെന്ന് ഉദ്ധവർ ചിന്തിച്ചു. അങ്ങനെ ഉദ്ധവൻ കരവീരപുരത്തെത്തിയതാണ്. ഉദ്ധവർ കരവീരപുരത്ത് വന്നപ്പോൾ ചക്രവർത്തി സേനയിൽ നായാട്ടിന് പോയതായി അറിഞ്ഞു. ആഗ്രഹം നിഷ്ഫലമായതിൽ ഖേദിച്ച് ഗോമന്തത്തിന്റെ താഴ്വാരത്തുകൂടെ തിരിച്ചു പോരുവാൻ തുടങ്ങിയ സമയത്താണ് പർവ്വതത്തിൽ തീ ആളിപ്പടരുന്നത് കണ്ടത്. രസകരമായ കാഴ്ചകൾ ഉദ്ധവൻ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു. വലിയൊരു എന്താ പറയാ, ആകാശത്തോളം മുട്ടിയ പർവ്വതത്തിന് തീയും പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കള്ളു കുടിച്ച് കൊരങ്ങനി നായ്ക്കുർണ പൊടി കുടഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുമാതിരി ആ പർവ്വതം ആകാശത്തിന് മുട്ടുന്നു. പിന്നെ അഗ്നികോളം ഇവിടത്തേക്ക് എത്തും. അതിന്റെ അദ്ദേഹം വിചാരിച്ചു, ആരെങ്കിലും പർവ്വതത്തിൽ തീ വെച്ചതാണോ അതോ തനിയെ തീ വേണ്ടതായിരിക്കുമോ? പല സംശയങ്ങളും ഉദ്ധവന്റെ മനസ്സിൽ ഉണർന്നു. അല്പനേരം കൂടി അഗ്നിചിത്രം നോക്കി നിന്ന ശേഷം ഉദ്ധവൻ കുതിരയെ നടത്തി. നമുക്ക് എവിടെയെങ്കിലും പോവാ കുതിര. ഓരോ നാമവും ഓതി ഭഗവൻ നിന്നെ വിളിക്കുന്നു ഞാൻ, കാണേണം പുനുകുന്തളം ചിതറിടും ചേലും മയിൽപ്പീലിയും തൂവേർപ്പിന്നിടയിൽ തെളിഞ്ഞു വിലസും തൂനെറ്റിയും കാണണം, കാണാൻ മറ്റൊരു കാഴ്ച വേണ്ട ഭുവനേ വൈകുണ്ഠ ആശ്രയം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഉദ്ധവരിങ്ങനെ നടന്നത്. ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ തീപിടിച്ചിട്ട് കണ്ടത്. ഇനി എവിടെ ചെന്ന് അന്വേഷിക്കുവാനാണ് ഞാനിവരെ? മധുരക്ക് തന്നെ തിരിച്ചു പോയാലോ? ഇങ്ങനെ ചിന്തിച്ച് പിന്തിരിവാൻ ഭാവിക്കുമ്പോഴാണ് രണ്ടുപേർ ഓടി വരുന്നത് കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മാഗധന്റെ പടയാളികളാണെന്ന് ഉദ്ധവന് മനസ്സിലായി. അവരെ തടഞ്ഞു നിർത്തി ഉദ്ധവൻ ചോദിച്ചു, എന്തിനിങ്ങളിങ്ങനെ ഓടുന്നത്? വഴിയിൽ തടഞ്ഞു നിർത്തിയപ്പോൾ സ്വതേ പരിഭ്രമിച്ചിരുന്ന ആ പടയാളികൾ ഭയന്ന് വിറച്ചു കിടുകിടാ വിറച്ചു. ഇവര് പതുക്കെ പറഞ്ഞു, ഞങ്ങൾ മാഗധത്തിലെ പടയാളികളാണ്. ഞങ്ങളുടെ ചക്രവർത്തിയും ഇടച്ചെറുക്കനായ കൃഷ്ണൻ മാത്രം പറഞ്ഞ അപ്പൊ ഇടയ ചെറുക്കം കൂട്ടിയിട്ടെങ്കിൽ അവർക്കൊരു സുഖം കിട്ടുന്നില്ല. മനസ്സിന് തമ്മിൽ ഏറ്റുമുട്ടി ചക്രവർത്തിയുടെ മിക്ക സൈന്യങ്ങളും മരിച്ചു. ഒരുവിധം ഞങ്ങൾ രക്ഷപ്പെട്ടു. അത്ഭുത ബാലൻ തന്നെയാണ് കേട്ടോ ആ കൃഷ്ണൻ. ഇങ്ങനെ അവര് പറഞ്ഞു, ഈ രണ്ട് പടയാളികള്. അപ്പോ പടയാളികൾ ഒരുവിധം ഇത്രയും പറഞ്ഞതും ചാടി ഓടി രക്ഷപ്പെട്ടതും ഒരേ സമയത്ത് പറഞ്ഞങ്ങ് കൊടുത്തിട്ട് ഓടി. പറഞ്ഞു കൊടുത്തത് ഭാഗ്യം. അതുകൊണ്ട് ഉദ്ധവർക്ക് വേഗം കണ്ണുതീരെ പിടി കിട്ടിയല്ലോ അവിടെ ഉണ്ടെന്നുള്ളത്. യഥാർത്ഥത്തിൽ ധരിച്ചു നിന്ന് പോയി. പിന്നെ സമയം കളഞ്ഞില്ല. ഗോമന്തത്തിലേക്ക് കുതിരയെ പായിച്ചു. മാർഗത്തിൽ രുക്മി നയിക്കുന്ന തേരിൽ ജരാസന്ധൻ തലകുനിച്ചിരിക്കുന്നതും കണ്ടു. അതോടെ കേശവൻ ഗോമന്തത്തിലുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഉദ്ധവനെ കണ്ടപ്പോൾ തന്നെ കേശവന്റെ മാതാപിതാക്കളുടെ ക്ഷേമം അന്വേഷിച്ചു. കണ്ടുമുട്ടി. ഉഗ്രസേനന്റെ ഭരണത്തെ കുറിച്ചും ആരാഞ്ഞു. എങ്ങനെയുണ്ടോ മുത്തശ്ശൻ? ഭരണത്തിന് പ്രാപ്തിയുണ്ടോ മുത്തശ്ശനെ? എല്ലാം പ്രായാധിക്യം കൊണ്ട് വയ്യാതായോ എന്നൊക്കെ ചോദിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ അച്ഛനും അമ്മയും? അവർക്ക് സങ്കടമുണ്ടോ ഞങ്ങൾ വന്നത് കൊണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ സംസാരിച്ച കൂട്ടത്തില്
ഉദ്ധവനും കൃഷ്ണനും ബലരാമനും കൂടി ഭാവി പരിപാടികളെ കുറിച്ച് ചിന്തിച്ചു. അപ്പോ ഉദ്ധവൻ പറയുന്നു, ജരാസന്ധനെ വധിക്കണമായിരുന്നു. കനക അവസരല്ലേ പാഴിലാക്കിയത്. പാഴിലാക്കിയോ എന്ന് സംശയം എന്ന് പറഞ്ഞു. അപ്പൊ കേശവന സംശയത്തിന് പരിഹാരമായിട്ട് ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം, പൊന്നുണ്ണി, ഞാൻ ജരാസന്ധനെ കൊല്ലാതെ വിട്ടത് വെറുതെയാണെന്ന് നിങ്ങൾ കരുതിയോ? അയ്യോ, അത് കഷ്ടായിപ്പോയേ. അത് അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഗംഗാസമതലത്തിൽ ചെറിയ ചെറിയ രാജാക്കന്മാർ ഇനിയുണ്ട്. അവർ മാഗധന് കപ്പം കൊടുക്കുന്നവരാണ്. ജരാസന്ധൻ മരിച്ചു കഴിഞ്ഞാൽ അവർ ശക്തരായി തലയെടുക്കും. അവർ പട നയിക്കും. പുതിയൊരു യുദ്ധമുഖം തുറക്കേണ്ടതായും വരും. കഠിനമായ ആപത്ത് വലിച്ചു വയ്ക്കുകയാണ് അതിലൂടെ നമ്മൾ ചെയ്യുന്നത്. യുദ്ധം എന്ന നാശമല്ല യുദ്ധം. അത് ഒഴിവാക്കുന്നതിന് കഴിയുന്നത് നാം ചെയ്യണം. ഇപ്പോൾ ജരാസന്ധന് നാണക്കേടേയുള്ളൂ. അത് തീർക്കുവാൻ ചക്രവർത്തിയായ ജരാസന്ധൻ കൂടുതൽ ശക്തി ആർജിക്കും. രക്തച്ചൊരിച്ചിൽ കൂടാതെ കഴിയാൻ തൽക്കാലത്തേക്ക് നല്ലത് അതാണ്. ഏത് നാണം കെട്ടിട്ട് പോയിട്ടല്ലില്ലത്. നമ്മള് ഇനി പിടിക്കുകയും പലതും ചെയ്താല് ബുദ്ധിമുട്ട് അധികമാണ്. രുക്മി, ശിശുപാലൻ തുടങ്ങിയവർ ചക്രവർത്തിയാകുവാൻ കൊതിക്കുന്നവരാണ്. ജരാസന്ധനാണ് അവരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മാഗധൻ മരിക്കാൻ പാടില്ല. ഓരോ പ്രാവശ്യം വരുമ്പോഴും സൈന്യങ്ങളിൽ മിക്ക പേരും മരിക്കുന്നുണ്ട്. അങ്ങനെ ഭൂഭാരം തീർക്കുവാനും ജരാസന്ധൻ ജീവിച്ചിരിക്കണം. ജരാസന്ധൻ മരിച്ച അവന് യുദ്ധം ഉണ്ടാവില്ല. ഈ കൊണ്ടുവരുന്ന സൈന്യങ്ങളെല്ലാം കൊന്നു ഓന അവസാനം നമ്മളൊന്നും കൈകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം, മോക്ഷം കിട്ടാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനില്ല. അങ്ങനെ ഒരു ഭഗവാൻ പറയുന്ന സമയത്ത് പുതിയ ചിന്തകൾ അവർ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ഗംഗാ സമതലത്തിൽ ശാന്തി സമാധാനവും നിലനിർത്തി കൊണ്ടുപോകുവാനുള്ള ശ്രമം കേശവന്റെ മനസ്സിൽ നിന്ന് മറ്റുള്ള ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങി. ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. ഉദ്ധവർ പറഞ്ഞു, കുറെ രാജാക്കന്മാരെ നമ്മുടെ പക്ഷത്ത് ചേർക്കണം. അതിനുള്ള ശ്രമം ആരംഭിക്കുവാൻ സമയമായെന്ന് തോന്നുന്നു. അത് കേട്ട് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് നമ്മുടെ പക്ഷത്ത് നിൽക്കുക? ആൾബലം, സമ്പത്ത്, ഇത് രണ്ടുമാണ് ഭൗതികതയിൽ സുഹൃത്തുക്കളെ സൃഷ്ടിക്കുന്നത്. ഒന്നിക്കൽ വലിയ സമ്പന്നത വേണം. സ്വഭാവം എത്ര ചീത്തയാലും തർക്കമില്ല. അതെല്ലാം ഇവർക്ക് കണ്ടുമുടിക്കാലോ. അല്ലെങ്കിൽ കുറെ ആള് വേണം. ആൾബലം അതുമില്ല, നമുക്ക് ഇതൊന്നുമില്ലല്ലോ. അത്ര സമ്പത്തില്ലാത്ത നാം അതിന് ഒരുങ്ങുക വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പൊ ഉദ്ധവരും, കേശവ, കംസനെ കൊന്ന നിന്നെ കുറിച്ച് പല രാജാക്കന്മാരും പ്രശംസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നാം ഒരു സംഘം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ അത് വെറുതെ ആവില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ കരവീരപുരത്തെ ശൃഗാല വാസുദേവനുമായി ആലോചിക്കാം. നമ്മുടെ പക്ഷത്തേക്ക് അദ്ദേഹം ചേരുമെങ്കിൽ ജരാസന്ധന്റെ ശക്തി അല്പം കുറയും. കേശവൻ പറഞ്ഞു, നല്ലത് തന്നെ. താങ്കൾ മടങ്ങി വരും വരെ ഞങ്ങൾ ഇവിടെ പാർക്കാം. അതിനുശേഷം ഭാവി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സൈന്യബലമുള്ള ഒരു സുഹൃത്തിനെ ലഭിക്കുന്നത് നല്ലതാണ്. നല്ലത് തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞത്. ഒന്നാമതെന്തേ, ഉദ്ധവർക്ക് ഒരു മനപ്രയാസവും വേണ്ട. ഞാൻ പറഞ്ഞൊന്നും അംഗീകരിക്കുന്നില്ല ഈ ഭഗവാൻ വിചാരിക്കും വേണ്ട, നോക്കട്ടെ വിചാരിച്ചു. ഉദ്ധവൻ അപ്പോൾ തന്നെ ശൃഗാല വാസുദേവനെ കാണുവാൻ പുറപ്പെട്ടു. കരവീരപുരത്തെ രാജാവാണ് ശൃഗാല വാസുദേവൻ. ഇനി വാസുദേവനും ശൃഗാലെന്ന് മാത്രം പോരെ. പശ്ചിമഘട്ടം മുഴുവൻ അവൻ അടക്കി ഭരിക്കുന്നു. ജരാസന്ധനെ മാത്രമേ ശൃഗാലം ഭയന്നിരുന്നുള്ളൂ. ജരാസന്ധനെ പേടിയാണ്. അസാധാരണമായ സൗന്ദര്യത്തിനുടമയായിരുന്നു ശൃഗാല വാസുദേവൻ. അതല്ലേ, അതുകൊണ്ട് തന്നെ താനാണ് മഹാവിഷ്ണുവിന്റെ അവതാരമെന്ന് കരവീരപുര രാജാവ് കുറ്റം നടിച്ചിരുന്നു. നിഷ്ഠുരരായ ശിക്ഷാവിധികൾ ഭയന്ന്, ഇത് തന്നെ നമ്മൾ പറഞ്ഞ പൗണ്ഡ്രക വാസുദേവൻ ട്ടോ. അവൻ പറയുന്ന എന്റെ ജനങ്ങൾ അനുസരിച്ചു. പൗണ്ഡ്രകൻ ചിലപ്പം വംശമായിരിക്കും, ശൃഗാലനായിരിക്കും പേര്, അങ്ങനെ നമുക്ക് വിചാരിക്കാം. പൗണ്ഡ്രക വാസുദേവനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നീയല്ല പോലും ഇന്നു വാസുദേവൻ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഭഗവാന്റെ അടുത്തേക്ക്. ശൃഗാലൻ ജനങ്ങളെ പൂജിച്ചു. ഉദ്ധവൻ പ്രഭാതത്തിൽ തന്നെ ശൃഗാലന്റെ കൊട്ടാരത്തിലെത്തി രാജാവിന് മുഖം കാണിച്ചു. ഉദ്ധവൻ ഇരുത്തി ശൃഗാലനും ഇരുന്നത്ത്
ഉദ്ധവൻ പറഞ്ഞു. ശ്രീകാല വാസുദേവ രാജാവിന് നമസ്കാരം. ഞാൻ കൃഷ്ണന്റെ ദൂതനായി വന്നിരിക്കുകയാണ്. ജനങ്ങളുടെ ക്ഷേമം കണക്കാക്കിയാണ് ജരാസന്ധനോട് കഠിനമായി പോരടിക്കാതെ പശ്ചിമഘട്ടത്തിലേക്ക് അദ്ദേഹം മാറിയത്. ശക്തനും ചക്രായുധധാരിയുമായ ഗോവിന്ദൻ താങ്കളുമായി സഖ്യം ഇച്ഛിക്കുന്നു. അതറിയിക്കുവാനാണ് ഞാൻ വന്നത്. പെട്ടെന്ന് ഇവന്റെ സ്വഭാവം മാറിയില്ലേ. ശൃഗാലന്റെ ഇടിപെട്ടുന്ന പരിഹാസച്ചിരി സഭയിൽ മുഴങ്ങി. ധിക്കാരി, ധിക്കാരിയാണ്, അഹന്തയുണ്ട് വേണ്ടുവോളം. അത് രണ്ടും മുറ്റി നിൽക്കുന്ന സ്വരത്തില് ശൃഗാലൻ പറഞ്ഞു. എടോ ഉദ്ധവ, രാജാക്കന്മാർ സഖ്യം വെച്ചിരിക്കുന്നത് രാജകുലത്തിൽ പിറന്നവരോടാണ്. മണ്ണിന് ഭൂഷണമാകുവാൻ അവർക്കാണ് അവകാശം. ഗോക്കളെ പാലിച്ച് തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങി. ദധി കടഞ്ഞ് തൈരുമൂന്തി നടക്കുന്ന ഒരുവനോട് സഖ്യം ഇച്ഛിക്കുവാൻ ഞാൻ യാദവകുലത്തിൽ പിറന്നവനല്ല കേട്ടോ. ഇത് ശ്രദ്ധിക്ക്. ഈ ത്രിഭുവനത്തിൽ വാസുദേവൻ ഞാൻ മാത്രമാണ്. അധികാരി വാസുദേവ നാമത്തിൽ അറിയുവാൻ ആഗ്രഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ കഥ? അവന് തെറ്റുപറ്റിയെന്ന് നീ ബോധ്യപ്പെടുത്തി കൊടുത്താലും അവൻ കംസനെ കൊന്നത് ശരിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. രോഗഗ്രസ്തനായ ഒരുവനെ നശിപ്പിക്കുവാൻ ആർക്കും എളുപ്പമാണ്. അത് കരുതി എന്ത് രോഗമുണ്ടായി അയാളുടെ ചെറുക്കൻ കുറ്റം കൊള്ളുക വേണ്ട കേട്ടോ. പെട്ടെന്ന് ഇടക്ക് കയറി ഉദ്ധവൻ പറഞ്ഞു. ഉദ്ധവൻ ഇഷ്ടപ്പെടൂല ഭഗവാനെ പറയുമ്പോ. മഹാരാജൻ, അങ്ങയുടെ വാക്കുകൾ അതിര് കടക്കുന്നതായി ഞാൻ സംശയിക്കുന്നു. എന്റെ സുഹൃത്തും മധുരയുടെ അധിപനുമായ കൃഷ്ണൻ ഈ ചെറുപ്രായത്തിൽ കൊന്ന രാക്ഷസന്മാരുടെ എണ്ണം പറഞ്ഞാൽ പോലും താങ്കൾ ഞെട്ടു. ഞാൻ പറഞ്ഞിരണോ എണ്ണം? അത് പറയുക മേനിയൊല്ലലാവുന്നത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. താങ്കൾ ഞങ്ങളുമായി സഖ്യം ഇച്ഛിക്കുന്നെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യം ഞങ്ങൾക്ക് ഇല്ലതാനും. ഇങ്ങനെ പറഞ്ഞ് ഉദ്ധവൻ എഴുന്നേറ്റു. ധിക്കാരിയാണ് നീ. എന്നെ അധിക്ഷേപിച്ചിട്ട് പോകുന്നു. നിന്നെ കാരാഗ്രഹത്തിൽ അടക്കാൻ പോവുകയാണ്. നിന്റെ സുഹൃത്തോ നിരീക്ഷിക്കുന്നത് കാണട്ടെ. എന്താ അദ്ദേഹത്തിന്റെ വിരടിക്കാറിലെ കാളകൂടം തുപ്പുന്ന സർപ്പം മനോഹരമെന്ന് കരുതി അരഞ്ഞാണമാക്കുന്നവൻ ഭോഷത്വമാണ്. ഉദ്ധവർ ചിരിച്ചു. പെട്ടെന്ന് ശൃഗാലൻ ആജ്ഞാപിച്ചു. ആരുടെ? ഈ ധിക്കാരിയെ കാരാഗ്രഹത്തിൽ അടക്ക്. അവനെ രക്ഷിക്കുവാൻ കാലിച്ചെറുക്കന്മാർ വരുന്നത് ഞാനൊന്ന് കാണട്ടെ. രാജഭടന്മാർ എത്തി ഉദ്ധവനെ ബന്ധിച്ചു. ഭീകരവും ഭീഷണവുമായി ഇരുട്ടവയിൽ അടച്ചു. ഇതൊന്നും ഭാഗവതത്തിൽ പറയുന്നില്ലല്ലോ. പിറ്റേന്ന് തന്നെ ഈ വിവരം മാധവൻ അറിഞ്ഞു. ബലരാമനുമേ ആലോചിച്ച ശേഷം അവർ കരവീരപുരത്തേക്ക് നടന്നു. മനോരഞ്ജകമായി അണിഞ്ഞൊരുങ്ങിയാണ് ഇരുവരും കരവീരപുരത്തെത്തിയത്. കണ്ടാൽ തന്നെ കണ്ണുകൊള്ളും, അല്ലെങ്കിൽ തന്നെ കണ്ണുകൊള്ളുന്നൊരു രൂപം. പിന്നെ കുറച്ചും കൂടെ ഒരുങ്ങിയാ പിന്നെ അറിയാനുണ്ടോ? കത്തിജ്വലിക്കുന്ന രണ്ട് സൂര്യന്മാർ പോലെ, ബാലസൂര്യന്മാരെ പോലെയാണ് രണ്ടുപേരും വരുന്നത്. ഉദയസൂര്യൻ ആ ഒരു താരുണ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ സൂര്യന്റെ ഒരു 10-12 മണിയാകുമ്പോ ആ സൂര്യനെ നോക്കാൻ പറ്റൂലല്ലോ, അത്രയും ചൈതന്യല്ലേ. അതുമാതിരി ഇവരും ആരംഭരമ്യം, ഇവരും താരുണ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സൗന്ദര്യമായി തെരുവിന്റെ ഇരുവശത്തുമുള്ളവർ ഈ അത്ഭുത രൂപ മാധുരിയുള്ള തരുണന്മാരെ കണ്ടു. അവരുടെ സൗന്ദര്യത്തിൽ മുഴുകി പലരും തെരുവിലേക്ക് ഇറങ്ങി വന്നു. എല്ലാവരും അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവരെ കാണാൻ വേണ്ടിയിട്ട്. ആരാണിവരെന്നറിയുവാൻ ജനങ്ങൾ പിന്തുടർന്നു. അല്പനിമിഷങ്ങൾക്കകം അതൊരു വലിയ സംഘമായി എല്ലാവരും ഭഗവാന്റെ പറയുകയാണ് വരുന്നത്. കണ്ടോ? ശ്രീകൃഷ്ണന്റെ ഇന്ദ്രനീല പ്രഭയിൽ നിമഗ്നരായി അവർ കൊട്ടാര വാതിൽക്കലെത്തി. പാലകനോട് ഭഗവാൻ പറഞ്ഞു, എടോ, താങ്കളുടെ രാജാവിനെ കാണുവാനാണ് ഞങ്ങൾ വന്നത്. മധുരയിലെ വസുദേവരുടെ മക്കള് കൃഷ്ണനും ബലരാമനും പ്രവേശന വഴിയിൽ കാത്തു നിൽക്കുന്നതായി ഒന്ന് അറിയിച്ചാട്ടേന്ന് പറഞ്ഞു. വലിയ ഭയപ്പാടോടെ ദ്വാരപാലകൻ ശൃഗാലന്റെ സവിധത്തിലെത്തി വിവരമുണർത്തിച്ചു. ഗോവിന്ദന്റെ വരവ് ഇങ്ങനെ ആയിരിക്കുമെന്ന് ശൃഗാലനും ഓർത്തില്ല. പടയിളക്കി വരുമെന്നാണ് കരുതിയത്. ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രമായി എത്തിയിരിക്കുന്നു. എങ്ങനെ പെരുമാറണം എന്നറിയാതെ ശൃഗാലൻ കുഴങ്ങി. തന്റെ ധൈര്യം ചോർന്നു പോകുന്നതായി ശൃഗാലന് തോന്നി. എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് തോന്നി. പൂതനെ അടക്കമുള്ള രാക്ഷസരെ ചെറുപ്രായത്തിൽ തന്നെ വധിച്ചവനാണ് ഇയാള്. അവൻ നിസ്സാരനല്ല. എന്നാലും എന്റെ ബലത്തിന് മുന്നിൽ ഐഡിയന്മാരെ പരാജയപ്പെടുത്തും
നടക്കാവുന്നതേയുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചു ഗോവിന്ദനെയും ബലരാമനെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ശൃഗാലൻ ആജ്ഞാപിച്ചു. ഇനി കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള അനന്തര കാര്യങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ വർണ്ണിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ. ഭഗവാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടോ എനിക്കങ്ങനെ തോന്നുന്നേ. നാളെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇപ്പൊ ഭഗവാന്റെ രൂപം കേട്ടോ. കാതിൽ ചേർന്നു വിളങ്ങിടുന്ന മകരശ്രീ കുണ്ടലത്തിൻ നിഴൽ ചേരും നല്ല കവിൾത്തടം, മിഴികളിൽ ചേലുള്ള നീലാഞ്ജനം, കേഴുന്നോരുടെ മാല കറ്റുവതിനായി പോലുന്ന പൂപ്പുഞ്ചിരി, കാണാൻ മറ്റൊരു കാഴ്ച വേണ്ട ഭുവനേ, വൈകുണ്ഠ നീയാശ്രയം, വൈകുണ്ഠ നീയാശ്രയം. ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ, നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.